കഴുകി വൃത്തിയാക്കിയ കൈമ അരിയുടെ കൂടെ ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, വയനയില, ചെറുനാരങ്ങാനീര്, ഉപ്പ് എന്നിവ ചേർത്ത് വെള്ളമൊഴിച്ച് നെയ്യ് ചേർത്ത് ഇളക്കി കുക്കർ അടച്ച് വേവിക്കാൻ വെക്കുക. ഒരു വിസിലിന് ശേഷം തണുക്കാനായി മാറ്റി വെക്കുക. ഒരു വലിയ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി കശുവണ്ടി പരിപ്പിട്ട് വഴറ്റുക. ഇളം തവിട്ട് നിറമാകുമ്പോൾ ഉണക്കമുന്തിരി കൂടെ ചേർക്കുക. മുന്തിരി വീർക്കുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. അതേ എണ്ണയിൽ സവാള അരിഞ്ഞത് വഴറ്റി മൃദുവാകുമ്പോൾ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എന്നിവ കൂടെ ചേർക്കുക. മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് മൂപ്പിച്ച ശേഷം അരിഞ്ഞ തക്കാളി ചേർത്ത് ഇളക്കുക. തക്കാളി കുഴമ്പു പരുവമാകുമ്പോൾ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ്, ഗ്രീൻ പീസ്, ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റുക. വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി അടച്ചു വച്ച് 15 മിനിറ്റ് വേവിക്കുക. പ്രഷർ കുക്കറിലെ ചോറ് ഈ സമയം കൊണ്ട് വെന്തിട്ടുണ്ടാകും. ചീനച്ചട്ടി തുറന്ന് ഉരുളക്കിഴങ്ങ് തവി കൊണ്ട് എളുപ്പത്തിൽ മുറിയുന്നുണ്ടെങ്കിൽ പച്ചക്കറിയും വെന്തു. ചോറ് ചീനച്ചട്ടിയിലേക്കിട്ട് കൂടെ മല്ലിയിലയും ഇട്ട് നന്നായി ഇളക്കി ചേർക്കുക. വിളമ്പു പാത്രത്തിലേക്ക് മാറ്റി മുകളിൽ വറുത്ത കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് അലങ്കരിച്ചാൽ പച്ചക്കറി ബിരിയാണി റെഡി.